റെയ്നാർഡ് ബോങ്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല, നമുക്ക് കോവർക്കേഴ്സ് ആണ് ഉള്ളത്. നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല, നമുക്ക് കോവർക്കേഴ്സ് ആണുള്ളത്. നിങ്ങൾക്ക് ആരോടെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അതൊരിക്കലും ശുശ്രൂഷയല്ല, മത്സരം ആഭിചാരം പോലെയാണ്. അതിനർത്ഥം നിങ്ങൾ മന്ത്രവാദി ആയിട്ടാണ് ജീവിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ അവരങ്ങനെയാണ്, അവരെക്കാളും കുറച്ചുകൂടെ, അവരെക്കാളും വലുത്, എൻ്റെ സ്ഥാനം, ഞാൻ എന്ന് പറഞ്ഞ മത്സരത്തിന്റെ ആത്മാവിൽ നമ്മൾ ജീവിക്കുന്നെങ്കിൽ നോ പോയി. സ്വർഗത്തിൽ നമ്മൾ എത്തുമ്പോൾ സ്വർഗത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഞെട്ടും. സ്വർഗത്തിൽ എത്തുമ്പോൾ നമ്മൾ ഞെട്ടും. ആദ്യത്തെ കുറെ നിമിഷം നമ്മൾ ഭയങ്കര ഞെട്ടും. നോക്ക്, അവന് ഇവിടെ എത്തി, അവനെങ്ങനെയാ ഇവിടെ എത്തിയ? കാരണം എൻ്റെ ലിസ്റ്റിൽ അവൻ്റെ പേരില്ലായിരുന്നു. അയ്യോ നോക്ക്, ആ ഭാര്യയും ഭർത്താവ് അവര് നമ്മുടെ ചർച്ചിലല്ലല്ലോ, പിന്നെ എങ്ങനെയാ അവരിവിടെ വന്നേ? തിരിഞ്ഞപ്പോഴേക്കും വേറെ പെണ്ണുമ്പിള്ള നിൽക്കുക. അയ്യോ അവളും ഇവിടെ വന്നു, എങ്ങനെ, ഇതെങ്ങനെ പറ്റിയ? ഇതൊന്നും നമ്മൾ വിചാരിച്ച ആൾക്കാരല്ലല്ലോ, നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം പ്രതീക്ഷിക്കാത്ത ആൾക്കാരെ നമ്മൾ സ്വർഗത്തിൽ കാണുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരെ. കാരണം നമ്മുടെ അമ്മായിയപ്പനല്ല സ്വർഗത്തിന്റെ വാതിക്കൽ നിൽക്കുന്നത്. നമ്മുടെ കുടുംബക്കാരാണ് വാതിക്കൽ, സ്വർഗത്തിന്റെ വാതിക്കൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരെ തള്ളിക്കയറ്റി, നമുക്ക് ഇഷ്ടമില്ലാത്തവരെ എടുത്ത് അപ്പം തന്നെ സ്തോത്രം തട്ടിക്കളയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു തിരുവനന്തപുരംകാരനല്ല സ്വർഗത്തിന്റെ വാതിക്കൽ നിൽക്കുന്നേ, അല്ലെങ്കിൽ ഒരു മലയാളി അല്ല നിൽക്കുന്നേ. അതിനായി സ്തോത്രം. ഞാൻ വാതില എന്ന് പറഞ്ഞ കർത്താവ് നിൽക്കുന്നേ. ഇനി നേരെ മറിച്ചു വീണ്ടും നമ്മൾ ഞെട്ടി, അയ്യോ അവൻ എവരെങ്ങനെയാ, ഹൗ ദേ മേക്ക് ഇറ്റ്, എങ്ങനെയാ അവരെ ഇവിടെ എന്ന് നമ്മൾ അതിശയിക്കുന്നത് പോലെ ആ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നമ്മൾ പരതം, അയ്യോ നമ്മുടെ പ്രിയപ്പെട്ട അവരെന്തിയായി ഇല്ല, പ്രിയപ്പെട്ട അവരെന്തിയായി, ആ മറ്റേ ചേർന്ന് നിന്ന് അവരെന്തിയായി, ആ ഫേമസ് പ്രീച്ചർ എന്തിയേ, ആ പ്രസിദ്ധനായ വ്യക്തി എന്തിയേ, ആ വലിയ വ്യക്തി എന്തിയേ? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പലരും അവിടെ കാണത്തില്ല, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലരും അവിടെ ഉണ്ടായിരിക്കും. സ്വർഗം ഒരു ഞെട്ടലിന്റെ, ഒരു അതിശയത്തിന്റെ സ്ഥലമായിരിക്കും. Heaven is going to be a place of surprise. സ്വർഗം ഒരു അത്ഭുതത്തിന്റെ.